നമ്മള് ഫർഹാൻ അക്തർ ഷോയില് ഒരുപാട് ആളുകളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഷോ ചെയ്യാറുണ്ട്. ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ്, അവരുടെ ഇൻസ്പയറിങ് സ്റ്റോറീസ്, സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ്, അതുപോലെ തന്നെ ഇമ്പാക്റ്റിംഗ്, സോഷ്യലി ഇമ്പാക്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ്, അവരൊക്കെ വരാറുണ്ട്. പക്ഷെ ഇന്ന് ആക്ച്വലി വളരെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ തന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ നമ്മളൊരു റിലേഷൻ തുടങ്ങി എനിക്ക് ഒരു 2021 ഡിസംബർ, യെസ്. അപ്പം ആ ഒരു ഫ്രണ്ടാണ്. അപ്പം പക്ഷെ ഇന്ന് പുള്ളി ഭയങ്കര ഫേമസ് ആണ് ഇൻസ്റ്റഗ്രാമിൽ. അങ്ങനെ ഫേമസ് ആണെന്നും പറയില്ലേ, കുറച്ചു പേർക്കൊക്കെ അറിയാം കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം റീസെന്റ് ലൈക്ക് ഒരു 4 months കൊണ്ട് തന്നെ ഒരു അറൌണ്ട് 100+ ഫോളോവേഴ്സ് ആയി. ബട്ട് അതിനേക്കാളൊക്കെ അപ്പുറത്ത് എനിക്ക് ഇദ്ദേഹത്തിന്റെ ലൈഫ് മുന്നേയും പിന്നെയൊക്കെ അറിയാം. അപ്പം ഇതൊരു സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ്. ഇത് മുഴുവനായിട്ടും കേട്ടാൽ നിങ്ങളുടെ സമയം നഷ്ടാവില്ല, ഞാൻ ഉറപ്പുവരാണ്. ലെറ്റ്സ് എന്താണ് പറയാ, കൂടുതൽ ഫോർമാലിറ്റികളൊന്നും വേണ്ട, നമുക്ക് ഫ്രണ്ട്ലി ടോക്കാണ്. ലെറ്റ്സ് ഇൻവൈറ്റ് നിപ്പി മലയാളി. വെൽക്കം ടു ദ ഷോ. താങ്ക്സ് ഫർഹാൻ, താങ്ക് യു. നിപ്പി മലയാളി കേട്ടോ, ഹിപ്പി മലയാളി. അതെ, പക്ഷെ പേര് നിപ്പി എന്നല്ലേ? അതെ, പേജ് ഹിപ്പി എന്നാണ്. അതെ. ഒരിക്കലും ആക്ച്വലി ഒരു പോഡ്കാസ്റ്റ് നടക്കുമെന്നോ ഇത് എവിടെ പോകും എവിടെ എത്തും എന്നൊക്കെ ഫർഹാൻ അറിയത്തുള്ളൂ കേട്ടോ. അല്ലെ, അതൊന്നും പ്രീ പ്ലാൻഡ് ഒന്നും ഇല്ലാതെ എന്താ പറയാ. എനിക്ക് പക്ഷെ ലൈഫിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും ഒരു മൊമെന്റ് ഉണ്ടാവും. എന്താ പറയാ, നിപ്പിയുടെ ഒരു മുന്നത്തെ വീഡിയോസ്, നിപ്പിനെ കണ്ടു. നിപ്പി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര എന്താ പറയാ നോളജ് ഉള്ള ആളാണ്. ഒരുപാട് അത്യാവശ്യം ഒരു സോഷ്യൽ മീഡിയ കൈയായിട്ടാണ് ദുബായിൽ വരുന്നതൊക്കെ. അപ്പൊ നമ്മൾ ആ പ്രൊജക്ടിന് വേണ്ടിയിട്ടായിരുന്നു വന്നത്. ഹിപ്പി ഓർമ്മയുണ്ട്, AWG ഗാർഡന്റെ ഒരു എന്താ പറയാ ഒരു ചൊറ പിടിച്ച പ്രൊജക്ട് എന്ന് പറയണം, ചെറിയ ബഡ്ജറ്റിൽ. പക്ഷെ അന്നത് ഭയങ്കര സംഭവം. കാര്യം വെച്ചാല് അന്ന് ഇത് കണക്കത്ത് ഞാൻ AO അല്ലെങ്കിൽ ഒന്നുമില്ല. അന്ന് ആ പ്രൊജക്ട് ഫർഹാൻ ചെയ്തത് ഒരു ഇതായിരുന്നു കൺസെപ്റ്റ്. ഒരു ലോഗോ ലോഞ്ചിങ് ആണ് AWG വലിയൊരു മാളിന്റെ, അല്ലെ. മരുഭൂമി മാറിയിട്ട് അവിടെ പച്ചപ്പ് വരണം, മരുഭൂമിയിൽ ഒരു മഴ വരണം. ഞാൻ കൊടുത്ത പ്രൊജക്ട് ആണ് മരുഭൂമിയിൽ ഒരു മഴ വരണം. ആ മഴ വീഴുമ്പോഴേക്കും അവിടെ കുറച്ച് പച്ചപ്പൊക്കെ വരണം, ഒരു സീഡ് വന്ന് വീഴണം, ഒരു പക്ഷിയുടെ കയ്യിൽ നിന്ന് എന്തുണ്ട് ഒരു സീഡ് വന്ന് വീഴണം. ആ സീഡ് മണ്ണിന്റെ അടിയിൽ പോയിട്ട് മഴ കാരണം മുളച്ച് പൊങ്ങി വന്നൊരു മരമായി വന്നത് ലോഗമായിട്ട് വരണം. ഇതിന്റെ അവിടെ AWG ഗാർഡൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ. പക്ഷെ എനിക്ക് അതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പോലും വിചാരിച്ചില്ല അത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും. ലിമിറ്റഡ് ടൈം, വലിയ ബഡ്ജറ്റും ഇല്ല. എന്റെ ചെയർമാനൊക്കെ ലോക്കലാണ്. ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു ആ വീഡിയോ. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു 70-80 എമറാത്തീസ് ഇങ്ങനെ ആ വീഡിയോ ലോഞ്ച് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ നിൽക്കുക, കന്തൂറൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക. എല്ലാരും ഇങ്ങനെ ആ വീഡിയോ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുന്നു, പ്രൗഡായിട്ട്. അല്ലെ? തീർച്ചയായിട്ടും ആ മാളിൽ വരുമ്പോൾ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ നമുക്കും കിട്ടുന്നത്. അന്ന് എനിക്ക് ഇപ്പം നിങ്ങളുടെ ഈവന്റ് ഡയറക്ടറായിട്ട് ഡയറക്റ്റ് കിട്ടിയൊരു സംസാരിക്കാനോ കിട്ടിയൊരു കണക്ഷനും കാര്യങ്ങളും അപ്രീസിയേഷൻ ഒക്കെ നമുക്ക് നമ്മളൊരു ഇനീഷ്യൽ ടൈം ആയിരുന്നു. വലിയൊരു പ്രൊജക്ട്. അന്നാണ് നമ്മൾ നിപ്പി ആയിട്ടുള്ള റിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. ആൻഡ് ദിസ് ഗൈ ലൈക്ക് നിങ്ങൾക്കറിയാം, കാണുമ്പോൾ തന്നെ ഒരു സംതിങ് ഒരു മലയാളിയാണോ ഞാൻ ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അന്ന് ഞാനൊരിക്കലും മലയാളിയാന്ന് വിചാരിച്ചിട്ടില്ല അന്ന് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ. പിന്നെ സംതിങ് ഡിഫറെന്റ് ആണ്, ഒരു യോയോ ആണ്. പിന്നെ ഇവന്റെ പേജിലൊക്കെ ഇടുന്നത് വേറെ ലെവലാണ്. ഫുള്ള് വെള്ളടിക്കുന്ന വീഡിയോ ഇടുന്ന ഒരു മലയാളി, ഫുള്ള് എന്താ പറയാ പബ്ബ്, പിന്നെ ഒരു ദുബായ് ലൈഫ് സ്റ്റൈൽ, എന്തൊക്കെയോ ഒരു കാര്യങ്ങള്. ബട്ട് ഇപ്പൊ ഉള്ള നിപ്പി എൻറ്റയർലി ഒരു ഡിഫറെന്റ് ആണ്. വലിയൊരു മാറ്റം, ട്രാൻസ്ഫോർമേഷൻ, ഫിലോസഫി ഒക്കെ പറയുന്നു, ആളുകളെ ഇൻസ്പയർ ആക്കുന്നു. എന്താ പറയാ, കംപ്ലീറ്റ്ലി ചേഞ്ച്. ഇതില് ഈ ഒരു റോ ഫാക്റ്റില് ഒരുപാട് ആളുകൾക്ക് ദുബായിലുള്ള, എസ്പെഷ്യലി ദുബായിൽ UAE-യിലൊക്കെയുള്ള ലൈഫ്, ദുബായ് എന്തൊക്കെയാണെന്നും ആൾക്കാർ കണ്ട് മനസ്സിലാക്കി വരുന്ന ദുബായ് എല്ലാ റിയാലിറ്റി എന്ന് ലൈഫ് കൊണ്ട് കാണിച്ചു കൊടുത്ത ഒരാളാണ് നിപ്പി. എന്താ നിപ്പിക്ക് പറയാനുള്ളത്? ഫർഹാൻ ഇപ്പം എന്റെ അടുത്ത് പറഞ്ഞില്ലേ, ലൈക്ക് എന്റെ പഴയ സോഷ്യൽ മീഡിയ വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു, മൊത്തം ആൽക്കഹോളൊക്കെ. ഞാന് ദുബായിൽ വരുവാ ഞാൻ. ഓക്കെ, 2021 ഡിസംബർ ദുബായിൽ വരും. അപ്പൊ എന്റെ മനസ്സിൽ മുഴുവൻ എന്താണെന്നറിയോ, ദുബായ് എന്ന് വെച്ചാല് ഒരു അപ്പാർട്ട്മെന്റ്, ഫ്ലാറ്റ്, ബുർജ് ഖലീഫ വ്യൂ, കാറ്, പബ്സ്, വലിയ സംഭവം. അതായിരുന്നു എന്റെ ദുബായിൽ. ഞാൻ ദുബായിൽ വന്നു ജോലിയൊക്കെ തുടങ്ങി. ഞാനപ്പോ ഈ ലൈഫ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യാന്നറിയോ, എന്റെ വീക്കെൻഡ് ആകാൻ നേരം, അതായത് ഞാൻ വീക്കെൻഡ് വരാൻ വേണ്ടി കാത്തിരിക്കും. എന്നെ അറിയാവുന്ന പലരും ഇപ്പൊ എന്റെ അടുത്ത് പറയാറുണ്ടേ, എന്തൊരു ചേഞ്ച് ആണ് നിനക്കെന്ന്. അതെന്താ അങ്ങനെ പറയുന്നറിയോ, ഞാൻ വീക്കെൻഡ് ആകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. എനിക്ക് വീക്കെൻഡ് എന്ന് പറയുന്നത് എനിക്ക് ഫ്രൈഡേ സാറ്റർഡേ ഓഫാ. ഓക്കെ, അപ്പൊ ഞാൻ തേഴ്സ്ഡേ നൈറ്റ് ആകുമ്പോഴേക്കും കുളിച്ചൊരുങ്ങി മുടിയൊക്കെ അഴിച്ചിട്ട് കുറച്ച് ജംഗിൾ ക്ലോത്ത്സ് ഒക്കെ ഇട്ട് നേരെ ക്ലബിലോട്ട് പോകും. വെളുപ്പിന് 3 മണി വരെ അവിടെ ഇരുന്ന് കുടിക്കും. 1.5 ആൽക്കഹോൾ കൂടിയാണ്.
എന്നിട്ട് കുറെ ക്രെഡിറ്റ് കാർഡ് ഡയമണ്ട് നെക്ലേസ് കണ്ടിട്ടുണ്ട് പടം. ഫഹദ് ഫാസിലിന്റെ ഫഹദ് ദുബായിന്റെ അതെ ഫഹദ് ഫാസിലായിരുന്നു ഞാൻ. ഇവിടുന്ന് ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് അവിടെ വെക്കുക, അവിടെ നിന്ന് എടുത്ത് ഇവിടെ വെക്കുക, അങ്ങനെ ഒരു സംഭവം. അങ്ങനെ ഞാൻ തേഴ്സ്ഡേ നൈറ്റ് ബാറിൽ പോയി കഴിഞ്ഞാൽ ഫ്രൈഡേ ഏർലി മോർണിംഗ് 3 മണി വരെ ഇരുന്ന് കള്ളു കുടിക്കും. എന്നിട്ട് ഒരു ബോധവും ഇല്ലാതെ എൻ്റെ റൂമിലോട്ട് വരും. എന്നിട്ട് കിടന്നിങ്ങനെ ഉറങ്ങും. ഉച്ചക്ക് 12 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും, ഭക്ഷണം കഴിക്കും. പിന്നെയും ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇവനെങ്കിൽ ബാറിൽ പോവുക, കള്ളു കുടിക്കുക, ഒരു ബോധവും ഇല്ലാതെ. ഇതായിരുന്നു എൻ്റെ ഒരു 1.5 വർഷത്തോളം എൻ്റെ ലൈഫ് സ്റ്റൈല്. ഞാനിപ്പോൾ അത് ഓർക്കുമ്പം അല്ല അത് മാത്രമല്ല ഇപ്പം അത് ഒരു സോഷ്യൽ മീഡിയയിൽ ഇടാന് പിന്നെ എന്താ പറയാ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നത് പലരുടെയും ചെയ്യുന്ന ഒരു സംഭവമാണ്. ലൈക്ക് ഈ ലൈഫ് സ്റ്റൈല് ദുബായ് എന്ന് പറഞ്ഞ ഇതൊക്കെയാണെന്ന് കാണിക്കണം, അല്ലെങ്കിൽ ഞാനും ഇവിടെ ഹാപ്പി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വരാൻ തുറന്നു പറയട്ടെ, ഓണസ്റ്റ് ആയിട്ട് പറയട്ടെ, എനിക്കറിയില്ല. എന്റെ വിചാരം ഇതൊക്കെയാണ് ലൈഫ്, ഇതൊക്കെയാണ് എന്തോ സംഭവം. ഞാനത് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ അന്നും ഓഫ് കോഴ്സ് ഇപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരൊക്കെ ഒന്നും എതിരല്ല കേട്ടോ. വിമർശിക്കാണ്ടൊക്കെ വിമർശിക്കാം. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാൻ ആ സമയത്ത് അത് വിചാരിച്ചോണ്ട് എന്തൊക്കെയാണെന്ന് വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ അതിൽ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഞാൻ അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തത്. ഇപ്പോഴും കുറെ വീഡിയോസ് ഒക്കെ റിഗ്രറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അതല്ലായിരുന്നു ഞാൻ. പിന്നെ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ലൈക്ക് ഞാൻ ഇപ്പൊ കാണുന്നത്. പിന്നെ AWG ഗാർഡനിൽ അവിടെ കുറെ ചെടികളുമായിട്ട് ഇങ്ങനെ കളിക്കുന്നു, പിന്നെ കുട്ടികൾക്കുള്ള വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെ ഇപ്പൊ റീസെന്റ് ആണ് ഭയങ്കര ഒരു എന്താണ് പറയുക എൻറ്റയർലി ഞാൻ അന്നും പറയാറുണ്ട്, ഓർക്കുന്നൊന്നും അറിയില്ല. ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയ എനിക്ക് പലപ്പോഴും ടിപ്സ് പറഞ്ഞ ഒരാളാണ് നിപ്പി. നീ എന്താണ് കോണ്ടന്റ് ചെയ്യാത്തത്, നിനക്ക് നിന്റെ പാഷനിൽ ചെയ്തുകൂടെ എന്നൊക്കെ പറയുമ്പോൾ ഫർഹാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ്. ബട്ട് പിന്നെ ഇപ്പൊ ആ നാച്ചുറൽ റോ കോണ്ടന്റ് അങ്ങോട്ട് ചെയ്ത് മില്യൺസ് ആണ് വ്യൂസ് ആൻഡ് ലോട്ട് ഓഫ് ഫാൻസ്. അതൊരു വർക്ക്ഷോപ്സിലേക്ക് പോവാണ്. ഒരുപാട് ഹോപ്പ്ലെസ് ആയ ആളുകൾക്ക് ഒരു ഹോപ്പാണ് അത്. നിപ്പി അറിയാതെ നിപ്പി കുറെ ആൾക്കാരുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു വെളിച്ചം കൊടുക്കുന്നു എന്നുള്ളൊരു സാധനം. ബേസിക്കലി ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ രാവിലെ മുതൽ ജോലിക്ക് പോകുന്നു, പിന്നുള്ള എന്റെ വീക്കെൻഡ്സിൽ ആൾക്കോൾ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. എനിക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ദേഷ്യം വരുമായിരുന്നു. ഇപ്പൊ ഫർഹാനെ വിളിച്ച് ഇടിച്ചാൽ പോലും എനിക്ക് ദേഷ്യം വരില്ല. എന്നെ നിങ്ങൾ ദേഷ്യപ്പെട്ട് കാണില്ല. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശരിക്കും ഇങ്ങനെ ആൽക്കഹോളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചു നടക്കുന്ന ടൈം ഉണ്ടായിരുന്നു. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തന്നെ പേഴ്സണലി ആദ്യം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ്. എനിക്ക് തന്നെ മനസ്സിലായി ഇതല്ല എനിക്ക് വേണ്ടെന്നുള്ളത്. എനിക്കിതല്ല വേണ്ടേ. പക്ഷെ അപ്പോഴേക്കും ഞാൻ അത് നിർത്താൻ പറ്റത്തോളം രീതിയിൽ അഡിക്റ്റഡ് ആയി പോയി കഴിഞ്ഞിരുന്നു. ഓക്കെ, അപ്പം ഒരു ദിവസം ആക്ച്വലി ഞാൻ ഡിസൈഡ് ചെയ്തു, ഒരു സൺഡേ ആണ്, അതായത് സൺഡേ മോർണിംഗിൽ ഞാൻ ഓഫീസിലേക്ക് പോവാം. ഭയങ്കര തലവേദന. കാര്യം എന്താ, സാറ്റർഡേ മുഴുവൻ ആൽക്കഹോൾ കഴിച്ച് ഒരു ബോധമില്ലാതെ ഓഫീസിൽ പോവാം. എനിക്ക് ഓഫീസിൽ പോകണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല, പക്ഷെ പോയേ പറ്റൂ. അങ്ങനെ ഞാൻ ഓഫീസിലോട്ട് പോവാ. ആ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഡിസൈഡ് ചെയ്തു ഞാൻ ഇനി ആൽക്കഹോൾ കഴിക്കില്ല എന്നുള്ളത്. ഓക്കെ, അങ്ങനെ അതിന്റെ ആ ഒരു വീക്കെൻഡായി. എനിക്ക് ഭയങ്കര ടെൻഡൻസി, അതായത് എനിക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. എന്റെ ആ തേഴ്സ്ഡേ മോർണിംഗ് എന്റെ ലാസ്റ്റ് വർക്കിന്റെ തേഴ്സ്ഡേ മോർണിംഗ് മുതൽ എന്റെ മനസ്സിൽ മുഴുവൻ ഇതാ, ഈവനിങ്ങിലാകുമ്പം ഇന്ന് ഞാൻ ആൽക്കഹോൾ കഴിക്കുന്നില്ല. കാര്യം വെച്ചാൽ 1.5 വർഷമായിട്ട് ഒരു തേഴ്സ്ഡേ നൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആൽക്കഹോൾ കഴിച്ചിരിക്കും. ഒറ്റക്ക് കുളിച്ചൊരുങ്ങി ബാറിൽ പോയി അവിടെ ഇരുന്ന് ഒറ്റക്ക് ഇരുന്ന് കഴിക്കും. എന്നിട്ട് ബോധം പോകുന്നവരെ. അതായത് എനിക്കൊരു ലിമിറ്റ് ഉണ്ട്. എനിക്ക് ഓക്കെ ഇനി ഒരു പെഗൂടെ അടിക്കുവാണെങ്കിൽ ഞാൻ ഓഫായി. പിന്നെ എന്നെ പൊക്കി കൊണ്ടുവരും. അതുവരെ കുടിക്കാൻ പറയാം. അങ്ങനെ ഈ കുടി ഒരു ദിവസമാണ് ഞാൻ ഡിസൈഡ് ഞാൻ ഇനി കുടിക്കില്ല എന്നുള്ളത്. ആ ഒരു തേഴ്സ്ഡേ എന്റെ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഭയങ്കര പറ്റൂല. അത് ഇപ്പൊ ചിലപ്പോ വീഡിയോ കാണുന്നവർക്ക് വിചാരിക്കും ഇത്ര വലിയ സംഭവമാണ്. പക്ഷെ ആ സ്റ്റേജിൽ കൂടെ പോയി കഴിഞ്ഞുണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ എന്റെ മനസ്സിൽ ഭയങ്കര മെമ്മറീസിലുള്ള പൃഥ്വിരാജിന്റെ ഏകദേശം അതന്നെ. അത് ഞാൻ സിനിമക്കകത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അതായത് കുടി നിർത്തുന്ന ഒരാളുടെ ഒരു ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ ഒരാളുടെ ഒരു ആങ്സൈറ്റിയും ആ ഒരു ഈ ഷിവറിംഗ് എന്ന് പറഞ്ഞ സ്റ്റേജില്ല, ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതെ, സിനിമക്കകത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ എന്നിട്ട് ആ ടേസ്റ്റിൽ എനിക്ക് ആൽക്കഹോൾ കഴിച്ചു വിട്ടിട്ടുണ്ട്. എന്റെ മനസ്സിനെ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് റെഡിയായിക്കൊണ്ടിരിക്കുക, 2 എണ്ണം കഴിക്കാം അല്ലേ, പയ്യെ നിർത്താം. എന്നിട്ട് ഇങ്ങനെ എന്റെ മനസ്സിന് എന്നിട്ട് ഞാൻ ഈവനിംഗ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ കുളിക്കാൻ പോയി ഷവർ കടി പോയി എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, ഒരു 2 എണ്ണം കഴിക്കാം, 2 എണ്ണം കഴിച്ചിട്ട് നിർത്തിയേക്കാം. അന്ന് ഈ ഒരു ത്വര ഇങ്ങനെ വന്നോണ്ടിരിക്കും. അവസാനം നെക്സ്റ്റ് ഡേ ഫ്രൈഡേ ആയപ്പോഴേക്കും ഞാൻ ഇവിടെ കരാമേലി MMIയിൽ പോയി ആൽക്കഹോൾ മേടിച്ചു. ഒരു ബോട്ടിൽ മേടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു. ഞാനപ്പോ എന്റെ മനസ്സിലും കൂടി ഇങ്ങനെ വെച്ചിട്ടിരിക്കുക, 2 എണ്ണം കഴിച്ച് നിർത്താം, ബാറിൽ പോകുന്ന എന്തൊക്കെ നിർത്താം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിർത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെയും ഞാനൊരു ഷവർ എടുക്കാനൊക്കെ ആയിട്ട് പോയി ഷവറൊക്കെ എടുത്തിട്ട് ഒരു വെഗ് അടിക്കാന്നൊക്കെ പറഞ്ഞ് കിച്ചണിൽ വന്നു. ഞാനിങ്ങനെ ഗ്ലാസ്സിനകത്തോട്ട് ഇങ്ങനെ ആൽക്കഹോളൊക്കെ പോർ ചെയ്തു. അതായത് അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇങ്ങനെ പോർ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ
ഇവിടം വരെ വന്നു. ഉം. എന്നിട്ട് എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് രണ്ട് അതായത് ഞാൻ ഓൾറെഡി മനസ്സിലായോ, എനിക്ക് ഭയങ്കര എന്താന്ന് പറയാൻ പറ്റില്ല ഫർഹാൻ. ഞാൻ ഇങ്ങനെ പറയുവാണെ ഇങ്ങനെ പറഞ്ഞു പോകും കേട്ടോ. അതായത് ഒരു ഫൈറ്റ് ആണ് മനസ്സിൽ, ഇത് നിർത്തണം അല്ലെങ്കിൽ കുടിക്കണം, അത് നിർത്തണം കുടിക്കണം. ഭയങ്കര, അത് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകത്തുള്ളൂ, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവും. അത് എനിക്കത് പറഞ്ഞു തരാനും പറ്റൂല, പറഞ്ഞു തരാൻ എന്താണെന്നുള്ളത്. അവിടുന്ന് എങ്ങനെ അത് ചെയ്തു, എങ്ങനെ നിർത്തി? ഞാൻ എന്നിട്ട് ആ വാഷ് ബേസിന്റെ അവിടെ നിൽക്കുക, കിച്ചൺ വാഷ് ബേസിൽ നിൽക്കുക. ഞാനൊരു പെഗ് ഒഴിച്ചു, ഇങ്ങനെ എടുത്തിട്ട് എനിക്കത് കുടിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അന്ന് അതെനിക്ക് കളയാനും പറ്റുന്നില്ല. ആ ഒരു ചെകുത്താന്റെയും കടലിന്റെ നടുക്കാന്നല്ലേ. അവസാനം ഞാൻ ആ പെഗ് പോർ ചെയ്ത് കഴിഞ്ഞു, അതിനകത്തോട്ട് കളഞ്ഞു, പോർ ചെയ്ത് നമ്മുടെ വാഷ് ബേസിലോട്ട് കളഞ്ഞു. പിന്നെയും കുപ്പി ഇങ്ങനെ ഇരിക്കുക. എന്റെ മനസ്സിൽ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, ഒരു പെഗ് അടിച്ചേക്കാല്ലേ, അല്ല ഒരു കാര്യം ചെയ്യാം, ഒരു പെഗ് അടിച്ചിട്ട് ഇത് മുഴുവൻ കളഞ്ഞേക്കാം. ഇങ്ങനെ നിൽക്കുക. ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷെ ഞാൻ ചെയ്തു. ഞാൻ ആൽക്കഹോൾ മൊത്തം വാഷ് ബേസിനോട്ട് ഒഴിച്ചു കളഞ്ഞു. സിമ്പിൾ ആയിട്ട് പറയാം, ഞാനത് ഒഴിച്ചു കളഞ്ഞു, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് പോറായി പോകും. യെസ്. അവിടുന്ന് പിന്നെ എങ്ങനെ ഇതിലേക്ക്, ഈ ഫീൽഡ് ഇതിലേക്ക്, ഈ ഒരു എന്താ പറയാ, എനിക്കൊന്ന് നിപ്പിയുടെ ഉള്ളിലേ ഉണ്ടായിരിക്കണം ഈ ഒരു കലയും. ഞാൻ ഓൾവേസ് ഞാൻ നേച്ചറിനോട് ഭയങ്കര കണക്ട് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ഞാൻ ആലപ്പുഴ എക്കോ ടൂറിസം ചെയ്യുമായിരുന്നു. അതുകൂടാതെ ചെറുതിലെ മുതലേ എനിക്ക് ചെറിയ എന്റെ അങ്കിളൊക്കെ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ ബോംബെയിലായിരുന്നു, പുള്ളിക്കാരുടെ നാട്ടിൽ വന്നിട്ട് ക്ഷീര കൃഷിയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഞാൻ സഹായിക്കാനൊക്കെ പോയി. അപ്പൊ എനിക്ക് എപ്പോഴും നേച്ചറിന്റെ കയ്യിലുണ്ട് സംഭവം. അതെ, ഞാൻ പിന്നെ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ഇവിടെ എനിക്ക് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ, റൂഫ് ടോപ്പിൽ പച്ചക്കറികൾ എല്ലാം ഉണ്ട്. ഇങ്ങനെ ഈ ടെറാറിയത്തിലേക്ക് ഞാൻ ഇതിനു മുമ്പ് ടെറാറിയം ചെയ്തിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ടെറാറിയം ചെയ്തിട്ടുണ്ട്. ഈ ടെറാറിയത്തിലേക്ക് വന്നെന്ന് വെച്ചാൽ ഈ ആൽക്കഹോളിന്റെ തോര ഒരു ദിവസം കൊണ്ട് മാറൂല. ഇത് ഒരിക്കലും ഒരു ദിവസം കൊണ്ട് മാറൂല. പിന്നെ എനിക്ക് വീക്കെൻഡ് ആകുമ്പോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് വേണം, എൻഗേജ്മെന്റ് വേണം. ഞാൻ പലതും നോക്കി, ഞാൻ നടക്കാൻ പോകാൻ വേണ്ടി നോക്കി, വർക്കൗട്ട് നോക്കി, ഒന്നും നടക്കുന്നില്ല. അതിലൊന്നും എന്റെ ഹാർട്ടില്ല. എന്റെ ഹാർട്ട് കുറച്ച് നേച്ചറിന്റെ കൂടെ. അത് ഈ പാഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് എല്ലാരും പറയും, പക്ഷെ ഇത് കണ്ടുപിടിക്കാനാണ് പ്രയാസം. അതെ, ഇത് കണ്ടുപിടിക്കാനേക്കാളും ഉപരി ഇത് പിന്നെ ചെയ്യാനാണ് പ്രയാസം. ബേസിക്കലി എന്റെ അഭിപ്രായത്തിൽ നമ്മൾ കുറച്ചു നേരത്തെ സംസാരിച്ചിട്ട് നമ്മുടെ ഓപ്പൺ കോൺവെർസേഷൻ, ആ ഒരു കോൺവെർസേഷൻ കേട്ടോ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് എത്തിച്ചു. പിന്നെ ഞാൻ പറയാറില്ല, നമ്മുടെ പാഷൻ നമ്മൾ ചേസ് ചെയ്യണം. ഞാൻ സന്തോഷ് ജോർജ് ഭയങ്കര വലിയൊരു ആരാധകൻ. വെറുതെ അല്ല പുള്ളിക്കാരൻ എന്നൊക്കെ പറയാം, നിങ്ങളുടെ പാഷൻ ചേസ് ചെയ്ത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടോ. ഞാനത് എക്സ്പീരിയൻസ് വന്നോട്ടെ ഇപ്പൊ എക്സ്പീരിയൻസ്. പക്ഷെ ഞാൻ അത്രയും മണി ഫോക്കസ്ഡ് അല്ല, എനിക്ക് കുറെ കൂടെ ആൾക്കാരിലോട്ട് എത്തിക്കണം. അല്ല, ഞാൻ മണിയിലേക്ക് വരാം. അല്ല, പാഷൻ ഫൈൻഡ് ചെയ്തു, ബട്ട് ആ പാഷനിലേക്ക് ഈ ആൽക്കഹോളിൽ നിന്ന് ഒരു റിക്കവർ എന്ന രൂപത്തിലേക്ക് പാഷനിലേക്ക് വരുന്നു. പിന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് എന്താ പറയുക, ഇതിനൊരു പാഷൻ അഡിക്ഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു കൺവേർഷൻ എങ്ങനെയായിരുന്നു? ഇത് ബേസിക്കലി ഇതെന്റെ പാഷൻ ആയിരുന്നു, അഗ്രികൾച്ചറിന്റെ പാഷൻ ആയിരുന്നു. ടെറാറിയം എന്റെ പാഷൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ പറയും ആണെന്ന്. യെസ്. കാര്യം എന്താണെന്നറിയാമോ, ഞാനിപ്പോ അതിൽ അഡിക്റ്റഡ്. ആൽക്കഹോള് പോലെ തന്നെ എനിക്ക് ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ട് ഞാൻ ഓഫീസിൽ സൺഡേ പോയിക്കൊണ്ടെന്ന് പറഞ്ഞല്ലോ, തലവേദന ഇപ്പൊ എങ്ങനെ ഓഫീസിൽ പോകുന്നറിയോ? പണ്ട് ഞാൻ ഓഫീസിൽ പോകണമെങ്കിൽ ഞാൻ 8 മണിക്ക് ഓഫീസിൽ ചെല്ലണ്ടേ. ഞാൻ കറക്റ്റ് 8 മണി 8:10 ചെല്ലുന്നത്. തലയിൽ മൊത്തം ഹാങ് ഓവറും അങ്ങനെയൊക്കെ ചെല്ലുന്നത്. ഇപ്പൊ എങ്ങനെ പോകുന്നറിയോ, ഞാൻ 7 മണിയാകുമ്പോഴേ റെഡി ആവും. ഞാൻ കുറച്ചു നേരം എന്റെ ടെറാറിയത്തിനോട് സ്പെൻഡ് ചെയ്ത് എന്റെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് വളരെ പ്ലസന്റ് ആയിട്ട്. എനിക്കറിയാം, നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓഫീസിലോട്ട് പോകുമ്പോൾ എനിക്കറിയാം, ഓക്കെ എന്റെ മൈൻഡിൽ എനിക്കുണ്ട് ഇന്ന് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ടാർഗറ്റ്സ് എന്തൊക്കെയാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഓഫീസിൽ. അല്ല, ഇതിലെനിക്ക് കുറച്ചുകൂടി പേഴ്സണലായിട്ട് അറിയുന്നതുകൊണ്ടായിരിക്കും ഹൗ യു സ്ട്രഗിൾ ഇൻ ആൻഡ് ഔട്ട് എന്ന് എനിക്ക് കുറച്ചുകൂടി അറിയാം. അത്രയും ഇതിൽ ചിലപ്പോൾ നമ്മൾ വീഡിയോ പറയാൻ പറ്റാത്ത കുറെ പേഴ്സണലി ആയിട്ടുള്ള, അത് അത്യാവശ്യം വലിയൊരു പെയിൻ. അത് എനിക്ക് തോന്നുന്നില്ല വീഡിയോയിൽ റിവീൽ ചെയ്യണോ വേണ്ടതുള്ളത് ഞാൻ പിന്നീട് പറയാം. പക്ഷെ അപ്പം അത്യാവശ്യം അത്രയും വലിയൊരു പെയിൻ ഉണ്ട് ഉള്ളിൽ, അല്ലെങ്കിൽ അത്യാവശ്യം വലിയൊരു ചലഞ്ചസും പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊന്നൊക്കെ ഇപ്പൊ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും 90% ആൾക്കാർ ഇവിടെ ഡിപ്രഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആൾക്കാരോട് പേഴ്സണൽ ഇടാം, ഫ്രസ്ട്രേറ്റഡ് ആണ്, ഡിപ്രഷൻ ആണ് എന്നൊക്കെ പറയുന്ന എടുത്തുനിന്നാണ് നമ്മൾ നാച്ചുറും ഇതൊക്കെ കണ്ടിട്ട് ഒരു ലൈഫിനെ നമ്മൾ തന്നെ കൺവേർട്ട് ചെയ്തിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റി. പ്രോബ്ലംസ് ഒരിക്കലും തീരില്ല. എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ബില്യണയർ ആയിക്കോട്ടെ മില്യണർ ആയിക്കോട്ടെ, പ്രോബ്ലംസ് ഒരിക്കലും തീരില്ല. എന്റെ ഒരു ക്വാളിറ്റി, ഞാൻ എന്നിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ എനിക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഭയങ്കര കഴിയും. എന്ത് പ്രോബ്ലംസ് ഉണ്ടായിക്കോട്ടെ, എനിക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ഞാൻ അഹങ്കാരത്തോടെ പറയുന്നില്ല, കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ അഹങ്കാരമല്ല, അത് മുന്നേ ഉണ്ടായിരുന്നോ? ഇല്ലടോ, ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ആൽക്കഹോൾ കഴിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫ്രസ്ട്രേഷൻ ആയിട്ട് കിടന്നിട്ടുണ്ട്. എന്റെ ഈ ജോബ് നാളെ പോയി ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ എങ്ങനെയാണെന്നറിയോ, ജോബ് പോയോ, ഓഫ് കോഴ്സ് ഐ ഡോണ്ട് കെയർ മാൻ, ഐ വിൽ ഡു സംതിങ് എൽസ്. ഞാനിപ്പോ ഭയങ്കര റിലാക്സ്ഡ് ആണ്, ഞാൻ ആരോടും ചൂടാകാറില്ല. അല്ല, ഈ ചൂടാകാറില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, അപ്പം നിപ്പിയുടെ കോണ്ടന്റ് ആണെങ്കിലും
വളരെ റോ ആയിട്ടാണ് പറയുന്നത്. എന്താണ് മനസ്സിലുള്ളത്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇപ്പം കുറെ ആൽഗരിതത്തിന് അങ്ങനെ വേണം, ഹുക്ക് വേണം, അത് വേണം എന്നൊക്കെ നമ്മളൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു എന്താ പറയാ, ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നിപ്പിന്റെ ചിലപ്പോൾ ഒരു ആ യുണീക്നെസ്സും ചിലപ്പം ഈ ഈ യുണീക്നെസ് ആയിട്ട് നടക്കുമ്പോൾ ഒരുപാട് വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. വിമർശിക്കേണ്ട നമ്മുടെ പോയിന്റ് ആണല്ലോ. ഇതിന്റെ റോ കോണ്ടന്റിൽ കാര്യങ്ങൾ പറയുന്നു. ആൻഡ് അതിൽ താഴെ വരുന്ന കമന്റ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറെ ആളുകൾക്ക് ഇത് വല്ലാതെ കണക്ട് ആവുന്നുണ്ട്. ഇപ്പം എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വുമൻസ് ആണെങ്കിലും ഇവിടുത്തെ ഹൗസ് വൈഫ്സ് ആണെങ്കിലൊക്കെ അവരൊക്കെ ഒരു വർക്ക്ഷോപ്സിലേക്കൊക്കെ വരുന്നു. അവർക്കും എന്താ പറയുക, ഈ തിരക്ക് നിന്നൊക്കെ മാറിയിട്ട് എന്തൊക്കെയോ ഒരു ലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളത് ആ കമന്റ്സ് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ദുബായില് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാർ സംസാരിക്കും. 90% ആർക്കും ഫ്രസ്ട്രേറ്റഡ് ആണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ അവർക്ക് പോലും അറിയില്ല മെയിൻലി അവരെന്താ ഫ്രസ്ട്രേറ്റഡ്. അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന വുമൻസ് ആണെന്ന് വിചാരിച്ചു. എനിക്ക് മെജോറിറ്റി വരുന്നത് വുമൻസ് ആ മെസ്സേജ് വരുന്നത്. ഓക്കെ, ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന വുമൻസ് ആണെന്ന് വിചാരിച്ചു. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോവുക, വൈകുന്നേരം വന്ന് ഫീൽഡിലോട്ട് നാട്ടിലോട്ട് ഫാമിലിനെ വിളിക്കുക, വീക്കെൻഡ്സിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇവർക്ക് ഡെയിലി സെയിം റൂട്ടീനാണ്. ഇവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. അതായത് എനിക്ക് വരുന്ന മിക്ക ആൾക്കാരുടെ മെസ്സേജ് ഇങ്ങനെയാണ്: നാടൊക്കെ മിസ് ചെയ്യുന്നു, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, ജോലി ഭാരമുണ്ട്, ഞാൻ വിചാരിക്കുന്ന ക്ലാസ്സിനെ വന്ന് അറ്റൻഡ് ചെയ്തോട്ടെ, പിന്നെ കുറച്ചുകൂടി റിലാക്സ് ആവുമെന്ന് വിചാരിക്കുന്നു, ഒരു ആക്ടിവിറ്റി. ഇത് ചിലപ്പോൾ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവില്ല, എനിക്കറിയത്തില്ല എത്ര പേർക്ക് റിലേറ്റബിൾ ആവുന്നു. പക്ഷെ ഞാൻ ആൾക്കാരുടെ പേഴ്സണലി മെസ്സേജ് കാണുന്നതുകൊണ്ടും എനിക്ക് ആ ഒരു മെസ്സേജ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ വോയിസ് നോട്ട് കേൾക്കുമ്പോൾ എനിക്ക് അതിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ഇവര് അവർക്ക് നിങ്ങൾ സെഷൻസ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക്ഷോപ്സും കാര്യങ്ങളും കഴിഞ്ഞ് ഈ ടെറാറിയം ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തുടങ്ങിയപ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് ലൈഫിൽ അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള? പിന്നെ ഇത് ടെറാറിയം ആയിരിക്കണം മാത്രമേ നമുക്ക് ആർട്ട് വർക്കിന് പോകാം. നമുക്കൊരു ആക്ടിവിറ്റി സ്വന്തമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജോബും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കുറെ ആൾക്കാർ നേച്ചർ ഇഷ്ടപ്പെടുന്നവർ ടെറാറിയം ചെയ്യാൻ വേണ്ടി വരുന്നു. ചിലർക്ക് ആർട്ടാണ്, ചിലർക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോവാം, ഫുട്ബോൾ കളിക്കാൻ പോവാം, ജിമ്മിൽ പോവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ ഒരു 1 hour എങ്കിലും നമുക്കൊരു മീ ടൈം വേണം. അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നത് എന്താണ് കാര്യം ഒന്ന് പറയും. നാളെ ഒരു അറ്റാക്ക് വന്ന് തീർന്നു. ഇപ്പം നമ്മളൊരു വീഡിയോ കണ്ടിരിക്കുക, നെക്സ്റ്റ് മൊമെന്റ് എനിത്തിങ് വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ സീരിയസ്ലി അല്ലേ? ഇത് ആൾക്കാർ പറയും പിന്നെ ഫിലോസഫി പറയാൻ എളുപ്പമെന്ന് പറയും. പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, ഇത് റിയാലിറ്റി ആണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ, ഒരു ഓണാഘോഷത്തിനൊക്കെ ഒരു ചേട്ടൻ ഡാൻസ് കളിച്ചു. ആ സെക്കൻഡിൽ അത്രേ ഉള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ലൈഫ് അത്രേ ഉള്ളൂ. അപ്പം ആ ഒരു 1 hour എങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളൊരു, ആ മാറ്റി വെക്കുമ്പം നമ്മൾ ഏത് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഫ്രസ്ട്രേഷനിലൂടെയാണ് പോകുന്നെങ്കിലും ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തെളിയിച്ച ഒരാളാണ്. ഞാനൊരു കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്ടെ പറയാൻ. പക്ഷെ എനിക്ക് ഭയങ്കര എന്താ പറയാ, ഫർഹാന്റെ പാഷനാണ് ഇത് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഫർഹാൻ ഇപ്പൊ വേറെ എന്തിനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? ഫർഹാന്റെ പേഴ്സണൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഫർഹാന്റെ എന്തെങ്കിലും ഫൈനാൻഷ്യൽ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാറി. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇഷ്ടപ്പെട്ട കാര്യങ്ങള് എത്ര പേര് ചെയ്യുന്നുണ്ടാവും? എത്ര പെർസെന്റേജ് ആളുകൾ? ബിഗ് ക്വസ്റ്റ്യൻ ആണ് മാൻ, ബിഗ് ക്വസ്റ്റ്യൻ. കൂടുതൽ ആളുകളും എനിക്ക് ഈ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് പോയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡ്രീമുള്ള ആൾക്കാർ. ഇതെന്താ സംഭവം എന്ന് അറിയാമോ? പിന്നെ പലർക്കും ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തരായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ റീൽസ് ഇല്ലേ ഇൻസ്റ്റാഗ്രാമിനകത്ത്, നമ്മൾ ഒരുപാട് റീൽസ് സേവ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരുപാട് പേർക്ക് സെൻഡ് ചെയ്യാറുണ്ട്. നമ്മൾ എത്ര പ്രാവശ്യം അത് നിങ്ങൾ ചുമ്മാ വെറുതെ സിമ്പിൾ ആയിട്ട് പോയിട്ട് റീൽസ് എടുത്ത് നോക്കുള്ളൂ, ഒരുപാട് ഐഡിയാസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് സേവ് ചെയ്യുന്നത്? നമ്മുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോന്നാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അത് ചെയ്തിട്ടുണ്ടോ? പിന്നെ തുറന്നു നോക്കിയിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോൾ മോർണിംഗിൽ എണീക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മളപ്പോ സേവ് ചെയ്തു, നമ്മൾ പിന്നെ തുറന്നു നോക്കിയിട്ടുണ്ടോ? ഇല്ല. നമ്മള് അവിടെ സേവ് വെച്ചിട്ടുണ്ട്, നമ്മൾ അത് പോയി തുറന്നു പോലും നോക്കിയിട്ടില്ല. എന്റെ അഭിപ്രായത്തില് പിന്നെ ഇൻസ്പിറേഷൻ വീഡിയോസ് ഒക്കെ കാണുന്നത് നല്ലതാണ്, പക്ഷെ അത് ഇംപ്ലിമെന്റ് കൂടെ ചെയ്യണം. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാരില്ലേ, നിങ്ങൾ ചുമ്മാ വെറുതെ ഇന്ന് പോയിട്ട് നിങ്ങളുടെ സേവ്ഡ് റീൽസിനകത്ത് നോക്കണം. നിങ്ങൾ ഒരുപാട് ഐഡിയാസും ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സേവ് വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടെ പുറന്നോട്ട് പോയി നോക്കിയോ, പുറന്നോട്ട് പോകുന്നതോറും ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങളാണ്. ഒരെണ്ണം ചെയ്തിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടോ? എനിക്ക് ചിലപ്പം ഓർക്കത്ത് പോലും ഇല്ല. നമ്മള് ഏറ്റവും താഴെ ചെല്ലുമ്പോഴേക്കൊക്കെ നമ്മൾ കാണുന്നു, അയ്യോ ഇത് ഞാനൊന്ന് സേവ് ചെയ്യാറുണ്ടല്ലോ, അടിപൊളിയാണല്ലോ. ഇതേപോലെ തന്നെയല്ലേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കും, നമ്മൾ ആഗ്രഹിക്കണ്ട, ഓക്കെ എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലുണ്ടാവും, ചെയ്തിട്ടുണ്ടാവില്ല. അതിലൊരു 1% പോലും നമ്മൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ചെയ്യാത്തായിരുന്നു. ഞാന് ഓണസ്റ്റ്ലി പറയാം, ഞാനും ഇതേപോലെ തന്നെ ഒരുപാട് റീൽസ് ഒക്കെ സേവ് ചെയ്ത് വെക്കും, എനിക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കും.
കഴിഞ്ഞു. ചിലപ്പോ അവർ കാണുന്ന പോലും ഉണ്ടായിരിക്കില്ല. ഫർഹാൻ ഇൻബോക്സ് എത്ര റീൽസ് വേണ്ടപ്പെട്ടവരെന്ന് വന്ന് കാണും. കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. നമുക്ക് ഒരാളെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വഴി എന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാം. വെറുതെ ഒരു ക്ലിക്ക് കൊണ്ട് അയച്ചു കൊടുത്തത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ചിലപ്പോ തുച്ഛമായ ഒരു 1-2% ആൾക്കാർ കാണുമായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സംഖ്യ ഉണ്ടെന്ന്. ഇപ്പം ബാക്ക് ടു ദ പോയിന്റ്, നമ്മൾ ഇപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷന് ആളുകളിൽ ഉണ്ടാവുന്നുണ്ട്. നേരത്തെ പറഞ്ഞ അതൊരു കലയായിക്കോട്ടെ, ഇപ്പം ടെറാറിയ എന്നുള്ളൊരു സംഭവം മാത്രമല്ല, ഏത് സംഭവം ആണെങ്കിലും ഒരു 1 hour ആളുകള് അവരുടെ അഭിപ്രായത്തിൽ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ലൈഫ് കൊണ്ട് ഒരു പോയിന്റും ഇല്ല. നമുക്ക് ഒരുപാട് ഞാൻ പറഞ്ഞില്ല, പ്രശ്നങ്ങൾ ഒരിക്കലും തീരില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങളുമാണ് വലുത്. എനിക്ക് എന്റെ പ്രശ്നങ്ങളാണ് വലുത്. എനിക്ക് എന്റെ പ്രശ്നങ്ങളാണ് വലുത്. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇതിനൊക്കെ ഇടയ്ക്ക് നമ്മൾ 1 മണിക്കൂർ നമുക്ക് വേണ്ടി കണ്ടെത്തില്ലേ പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാടോ നാടും വീടൊക്കെ ഇവിടെ ദുബായിൽ വന്ന് നിൽക്കുന്നത്? പിന്നെ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടുള്ള ലൈഫ് ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ ചിലപ്പോ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് ലൈഫ് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഒന്നുമില്ല. പ്രോബ്ലംസ് ഒരിക്കലും തീരില്ലല്ലോ. പ്രോബ്ലംസ് ഒരിക്കലും നമ്മളെ വീഡിയോ ക്യാമറ എടുത്തിട്ട് പയ്യൻ ഉൾപ്പെടെ പ്രോബ്ലംസ് ഒരിക്കലും തീരില്ല കേട്ടോ. അജ്മലിനും കൂടി പറഞ്ഞ പ്രോബ്ലംസ് ഒരിക്കലും തരില്ല. 1 after 1 വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമുക്കത് സൊല്യൂഷൻ ചെയ്യാൻ, എന്താ പറയാ, ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പഠിക്കണം. നമ്മുടെ പ്രോബ്ലംസ് എങ്ങനെ ഒരു കറേജ് ഇല്ലാണ്ടാവുമ്പോഴല്ലേ മനുഷ്യന് ചിലപ്പം ഇപ്പം അല്ലെങ്കിൽ ഡിപ്രഷൻ ആണോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ആണോ അല്ലെങ്കിൽ അതൊരു പോയിന്റ് കഴിഞ്ഞാൽ സൂയിസൈഡിലേക്കൊക്കെ പോകുന്നത്. അതൊരു വളരെ വലിയ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കാറുണ്ടല്ലോ കൂട്ടുകാരൊക്കെ ആയിട്ട്. തല്ലുണ്ടാക്കാറുണ്ട്. നമ്മുടെ വീട്ടുകാരെ അത് അറിയുമായിരുന്നു. ടീച്ചർമാരൊക്കെ പറഞ്ഞറിയുവാണെങ്കിൽ അറിഞ്ഞു. അല്ലാതെ നമ്മൾ വീട്ടിൽ പോയോ അവൻ എന്നെ തല്ലിയെന്ന് പറഞ്ഞ് നമ്മൾ പറയാറേ ഇല്ല. എന്റെ അഭിപ്രായത്തിൽ എനിക്കറിയില്ല. നമ്മൾ അവിടെ തന്നെ അറിയാമോ, നമ്മൾ ചെറുപ്പകാലത്ത് സ്കൂളിൽ പോയി വഴക്കുണ്ടാക്കാൻ നമ്മൾ സ്കൂളിൽ തന്നെ തീർക്കുന്നുണ്ട്. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണെന്ന് അറിയാമോ, ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ വന്നൊരു മൂലക്ക് വന്നിരിക്കും. എനിക്ക് ഡിപ്രഷൻ, അവൻ എന്നെ ബുള്ളി ചെയ്തു, അവൻ എന്നെ അത് ചെയ്തു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. സോൾവ് ചെയ്യാനുള്ള കഴിവില്ല കുട്ടികൾക്ക്. ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു, ചിന്തിച്ചു നോക്കും, ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ മനസ്സിലാവും. കുട്ടികൾക്ക് സോൾവ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പം ഇത് ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഇപ്പം നിപ്പി പറഞ്ഞു എനിക്ക് ഇതിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ വന്നു, എനിക്ക് തോന്നുന്നു നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കരുതിയ സംഭവങ്ങൾ ചെയ്യാൻ പറ്റി. ഇപ്പം ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ സ്റ്റോപ്പ് ചെയ്തു, ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ചെയ്തപ്പം ഇപ്പം നിപ്പിക്ക് ഒരു കോൺഫിഡന്റ്, എനിക്ക് എന്ത് പ്രോബ്ലം വന്നാലും ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ്. എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും എന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്നും എനിക്ക് എവിടെ എത്തിപ്പെടണമെന്നും. ഇതൊന്നും അറിയാതെയായിരുന്നു കുറെ കാലം ജീവിച്ചത്. ഒന്നും അറിയാതായിരുന്നു കുറെ കാലം. ഇനിയിപ്പോ എന്റെ മുന്നിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ഞാൻ എന്റെ ഗോൾസിൽ എത്തിപ്പെടുക. അപ്പൊ ഈ സ്റ്റേജിലേക്ക് എത്തിയത് എന്തുകൊണ്ടാന്ന് പറയുന്നത് ചോദിക്കുവാണെങ്കിൽ ഞാൻ എന്റെ കുറെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്റെ പൈസ വിനിയോഗിക്കുന്ന രീതി. പണ്ട് ആൽക്കഹോളിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന പൈസ ഞാൻ ഒരു ബോട്ടിൽ വാങ്ങാനും ചെടികൾ വാങ്ങാനും ടെറേറിയ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. അന്നും ബോട്ടിലാണ് ഇന്നും ബോട്ടിലാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. അതായത് പണ്ട് ബോട്ടിൽ കണ്ടാലും കിളി പോവും, ഇപ്പൊ കണ്ടാലും കിളി പോവും. രണ്ട് രീതിയിലാണ്. ഇന്നൊരു പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യാണ്. ഞാൻ ഹാപ്പിയാണ്. എൻഡ് ഓഫ് ദ നമ്മൾ എല്ലാവർക്കും വേണ്ടതാണ്. ആ ഒരു നമ്മളൊരു ഹാപ്പിനെസ് എവിടെ നിന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ റിയലൈസ്. ഞാൻ അഹങ്കാരത്തോട് പറയും ഞാൻ ഹാപ്പിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിൽ പലർക്കും ഹാപ്പി ഇല്ലാത്തതിന്റെ പ്രധാന കാരണം നമ്മളിലേക്ക് നോക്കാതെ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോഴല്ലേ നമ്മൾ ഹാപ്പിനെസ് പോകുന്നത്. അതിൽ സോഷ്യൽ മീഡിയ എസ്പെഷ്യലി അതിലൊരു വലിയൊരു പങ്കില്ലേ? ഓഫ് കോഴ്സ്. നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊണ്ട് ജീവിക്കും. ചില ആൾക്കാരുണ്ട് കാർ എടുക്കുക. നമ്മുടെ നേരത്തെ ഒരു കോൺവെർസേഷൻ ഇല്ലേ ഫർഹാൻ, ദുബായിൽ വരുമ്പോ നമുക്കൊരു ഫർഹാൻ അതിൽ പറഞ്ഞില്ലേ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഭയങ്കര വലിയൊരു പോയിന്റ് ആട്ടോ. അത് നമ്മൾ അങ്ങനെ അല്ല, അത് എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയന്റെ ഒരു ഏറ്റവും വലിയൊരു സോഷ്യൽ മീഡിയന്റെ പ്രശ്നമല്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നേരിടുന്ന ഒരു ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളും നിങ്ങൾ ഇപ്പൊ നിപ്പിന്റെ ഏറ്റവും ഒരു മോശം ഡ്രസ്സ് ഇട്ടിട്ട് സ്റ്റോറി ഇടാൻ നിപ്പി ഒരിക്കലും ആഗ്രഹിക്കില്ല. നിപ്പി ഇപ്പൊ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം ഉള്ളപ്പോഴും അല്ലെ ഏറ്റവും നല്ല മൊമെന്റ് ഉള്ളപ്പോഴും അതൊക്കെ അല്ലെങ്കിൽ ഏറ്റവും നല്ല വണ്ടി പോകുമ്പോഴാണ് നിപ്പി അത് സ്റ്റോറി ഇടുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഇടുമ്പോ ഇതില് കൺസ്യൂമേഴ്സ് ആണ്. ഇതിലിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് എല്ലാവരും ഹാപ്പിയാണ്. ദൈവം എല്ലാവരും ഹാപ്പി, എനിക്ക് മാത്രമാണ് പ്രശ്നങ്ങളുള്ളൂ. ഈ കാണുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നില്ല. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാണ്, എനിക്ക് മാത്രം എന്താണ് പ്രശ്നം, എല്ലാവരും ഹാപ്പിയാണ്. ഇതാണ് പിന്നെ ഫ്രസ്ട്രേഷൻ ആയിട്ടും ഡിപ്രഷൻ ആയിട്ടും ഒക്കെ. ഞാൻ പലപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യും. നിങ്ങൾ ഈ തോണ്ടിക്കൊണ്ടിരിക്കൽ നിർത്ത്. എന്നിട്ട് നമ്മൾ മീനിങ് ഫുൾ ആയിട്ട് ഒരാളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ്ടേ. ഇപ്പൊ ഞാൻ
ഒരുപാട് സമയം ഇപ്പം അജ്മലൊക്കെ നമ്മൾ പേജൊക്കെ മാനേജ് ചെയ്യുന്നത്, ഞാൻ നോക്കാറില്ല ഇപ്പം. ഇതിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളെ നമ്മളെ മൈൻഡ് എപ്പോഴും നെഗറ്റീവ് സാധനമാണ് പെട്ടെന്ന് പിടിക്കുക. അത് ചെയ്യുന്നു, ഇത് ചെയ്യും, നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അത് വേണ്ട, ഞാൻ എവിടെയാണ് എൻഡ് ഓഫ് ദ ഹാപ്പി ആവുന്നത്, ആ സാധനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അത് ഈ മോണിറ്റൈസേഷനും ഇല്ല ഫെയിമോ അല്ലെങ്കിൽ ഇതൊക്കെ അതിന്റെ ബൈ പ്രൊഡക്റ്റാണ്. അതെ, നമ്മളിപ്പം ഈ പോഡ്കാസ്റ്റിനുള്ള കാര്യം എന്താണെന്നറിയോ? രണ്ട് കാര്യങ്ങളാണ് ഈ പോഡ്കാസ്റ്റിൽ. ഒന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാളെങ്കിലും ചേഞ്ച് ആയിട്ട്. രണ്ടാമത്തെ കാര്യം, പണ്ട് മുതലേ എനിക്ക് ഫർഹാന്റെ ഇനി ഞാൻ ഇന്റർവ്യൂ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഇനിയിപ്പോ മില്യൺ ഫോളോവേഴ്സ് ആയാലും ശരി, എനിക്കിത് പൊതുവെ അധികം താല്പര്യത്തില്ല. പിന്നെ എനിക്ക് ഫർഹാനോടൊന്നും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ചെയ്തത് തൊട്ടും പിന്നെ എന്റെ പഴയ ഇന്റർവ്യൂ ചെയ്തപ്പോ തൊട്ട് എനിക്ക് ഒന്നും പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ചെയ്യണം, സെറ്റായിട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അങ്ങനെ അതെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മളಲ್ಲಿ ഒരുപാട് ആളുകൾ എന്തോ നമ്മളെ ആ ഒരു ഷോയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകള് അവര് കുറച്ച് ട്രാൻസ്ഫോർമേഷനും കുറെ വർക്ക് ഹാർഡ് ചെയ്തിട്ട് നമ്മളെടുത്ത് വന്നിട്ട് ആ ചെയ്യണം, ഇനിയിപ്പോ ചെയ്യാനായെന്ന് പറയുമ്പോൾ സോ ഇറ്റ്സ് ഇൻസ്പയറിംഗ് സംവൺസ് ലൈഫ്. അതൊരു ഗോളിനൊക്കെ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ വി ബി ബ്ലെസ്ഡ്. ഓഫ് കോഴ്സ് ഇന്ന് തന്നെ കണ്ടില്ലേ, നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചില്ല, ഒരു പ്ലാനും ഇല്ല, നമ്മളിത് ചെയ്യുന്ന പോലും വിചാരിച്ചില്ല, ഒരിക്കലും ചെയ്താലോ എന്ന് പറഞ്ഞ് ഞാൻ എസ് പറഞ്ഞു കലാസ്. ആ ഒരു പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. അല്ല, ഇപ്പൊ നിപ്പിന്റെ കോണ്ടന്റ് ആണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ രസം റോ ആണ്. ആ പറയുന്ന ശൈലിയും ആ പറയുന്നത് ആ ഹൃദയത്തിൽ നിന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത് മനസ്സിലാവും. അത് ഞാൻ കുറെ ആർട്ടിഫിഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ എന്റെ ആദ്യമായിട്ടാണ് ഒരാളുടെ മുന്നിൽ ഇരുന്ന് ഒരു ഇന്റർവ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഞാന് പിന്നെ നെർവസ് അല്ല, ആങ്ഷ്യസ് ആണ്. എന്റെ വായിന്ന് എന്തെങ്കിലും വരുമെന്നുള്ളൊരു ആങ്സൈറ്റി എനിക്കുണ്ട്. ഞാനൊട്ടും നെർവസ് അല്ല. കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഓണസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അല്ല, ഞാൻ അന്നും നിപ്പിയെ ഫസ്റ്റ് കാണുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, യു ആർ സംതിങ് യുണീക്ക്. അത് ഹെയർ സ്റ്റൈൽ കൊണ്ട് മാത്രമല്ല, ഇപ്പം നിങ്ങളന്ന് സംസാരിക്കുന്ന രൂപത്തിലും അല്ലെങ്കിൽ ആളുകൾ പെരുമാറുന്ന രൂപത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ പ്രൊജക്റ്റിലൊക്കെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോഴൊക്കെ നിങ്ങളൊരു ക്രിയേറ്റീവ് ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാണ്ട്. ബട്ട് പിന്നെ നമ്മൾ കാണുന്നത് നിങ്ങളെ ലൈഫിന്റെ വേറൊരു പാർട്ടാണ്. ഇതൊക്കെ പറഞ്ഞ് ഇത്രയും ഇതുള്ള ആള് വീക്കെൻഡ് ആകുമ്പോഴേക്ക് മാറി. അതല്ല ഇതാണ് സംഭവിച്ചത്. ഇതിൽ ഒരുപാട് കാരണം ഇതിപ്പം കാണുന്ന ആളുകൾക്ക് ലൈഫിൽ എല്ലാവർക്കും അഡിക്ഷൻസ് ഉണ്ടാവും ഇൻ റിയാലിറ്റി. അത് ചില ആൾക്കാർ പറയും, ചില ആൾക്കാർ പറയില്ല, ചിലർക്ക് ഹൈഡ് ചെയ്യും. ഓരോരുത്തർക്കും ഓരോ തരത്തിൽ അഡിക്ഷൻസ് ഉണ്ടാവും. എന്റെ കാര്യത്തില് ഞാനൊരു ആൽക്കഹോളിക്കാന്ന് ഞാൻ പറയില്ലായിരുന്നു. ഞാൻ പോലും അറിയാതെ ഞാനൊരു ആൽക്കഹോളിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും റൈറ്റ് മൊമെന്റിൽ. ചിലപ്പോൾ ഒരു വർഷം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആവൂലായിരുന്നു. ഞാൻ ചിലപ്പോൾ ഒരു വർഷം കൂടെ അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ ദുബായിൽ ഏതെങ്കിലും ജയിലില് ഒരു 5-6 ക്രെഡിറ്റ് ഇഷ്യൂസും ഒരു ലോൺ ഇതും പിന്നെ ട്രാവൽ ബാനൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ ഏതെങ്കിലും ജയിലിലായിരുന്നു. അല്ല, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരില്ല, ലോകത്ത് ആരും പെർഫെക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നില്ല. എല്ലാവർക്കും അഡിക്ഷൻസ് ഉണ്ടാവും. അപ്പം നമ്മളിത് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും കുറച്ചൊക്കെ മാറ്റാൻ പറ്റും. ഇവിടെ എനിക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടല്ലോ. എന്റെ നെഗറ്റിവിറ്റീസ് എന്താണെന്ന് എനിക്കറിയാം. ഞാനത് ഇപ്പോഴും കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാവരും കറക്റ്റ് ചെയ്ത് വരുവാണല്ലോ ചെയ്യാൻ. മനുഷ്യരാണ്, മിസ്റ്റേക്സ് ഉണ്ടാവും. പറയാം, ഞാൻ നമ്മുടെ നേരത്തെ ഒരു കോൺവെർസേഷനിൽ ഞാൻ പറഞ്ഞു, എനിക്കും തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ഞാൻ അറിയുവാണെങ്കിൽ ഞാൻ അപ്പം തന്നെ പോയി അപ്പോളജൈസ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാലും പോയി. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നും ഞാൻ ഒരാളോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നേരെ പോയിട്ട് പറയും, നേരത്തെ സംസാരിച്ചതിന് സോറി, ഞാൻ അപ്പോഴത്തെ ഇതിൽ മുന്നേ അങ്ങനെ ആയിരുന്നില്ല. മുന്നേ എങ്ങനെയാണെന്നറിയാം, നമ്മളെ ന്യായീകരിക്കും. തെറ്റ് സംഭവിച്ചാലും ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കും. അങ്ങനെ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാരണം നമുക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാക്കാനും പറ്റും. ലൈഫാണ്. ഈഗോ വിജയിക്കും, പക്ഷെ നമ്മൾ പരാജയപ്പെടുക ചെയ്യുന്നത്. ഓഫ്കോഴ്സ് നമ്മൾ ആക്ച്വലി ഞാനിപ്പോ ഫർഹാനോട് ഒരു മോശം ഒരു കാര്യം പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ മനസ്സിലായി സോറി പറഞ്ഞു. പിന്നെ ഞാൻ വന്ന് സോറി പറയുവാണെങ്കിൽ ഞാനവിടെ ഫർഹാനേക്കാൾ ഒരുപടി നമ്മള് തെറ്റ് ചെയ്യുവാണെങ്കിൽ അത് തെറ്റുകളാണ്, മനുഷ്യരാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മളത് എന്താ പറയാ അപ്പോളജൈസ് ചെയ്യാനുള്ള ഒരു ഹാർട്ടോട് ഉണ്ടായിരിക്കണം. അല്ല, ഞാനിത് പറഞ്ഞു, നമ്മളൊക്കെ ഇത് പറയുമ്പം ലൈക്ക് ഇത് ഒരുപാട് ഈ ഫിലോസഫി ഒക്കെ പറയുന്ന ആളുകള് ഏതോ വലിയ എന്തോ ഒരു സംഭവത്തിലായിട്ട് എന്തോ ഒരു അച്ചീവ് ആയിട്ട് പറയുന്നത് വേണ്ട, റോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും റിയലൈസേഷൻ ആണ്. ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ഇപ്പോഴും ഒന്നും അച്ചീവ് ആയിട്ടില്ല. അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഇത് വലിയ അച്ചീവ്മെന്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ഇപ്പം നിപ്പിയുടെ പേജ് ആണെങ്കിലും അല്ലെങ്കിൽ നിപ്പിന്റെ ഒരുപാട് ആളുകൾക്ക് ഇപ്പം നിപ്പിയുടെ വരുന്ന വർക്ക്ഷോപ്പിന് വരുന്ന ആളുകളൊന്നും ചില്ലറക്കാരൊന്നും അല്ലല്ലോ. ഇപ്പം അല്ലെങ്കിൽ നിപ്പി വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിലും അല്ലെങ്കിൽ എന്റെ കൾച്ചറൊക്കെ എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാലോ. അപ്പം ഇത്
എനിക്കൊന്ന് ഈ നമ്മളൊരു സെൽഫ് എസ്റ്റീം നമ്മൾ മലയാളികളുടെ പൊതുവേ ഇപ്പം നമ്മൾ പറയാറുണ്ട് മറ്റു ചില രാജ്യക്കാർക്ക് അവർക്ക് ഇത്ര ഉള്ളെങ്കിൽ അവർ ഇത്ര കാണിക്കുന്ന അറിയാം. നമ്മൾ ഇത്ര ഉണ്ടെങ്കിലും നമ്മൾ ഇത്രേ കാണിക്കാം. നമ്മളൊരു ഹംബിൾനെസ് കൊണ്ടെന്നൊക്കെ പറയുമെങ്കിൽ പോലും പക്ഷെ അതൊരു കൈൻഡ് ഓഫ് സെൽഫ് എസ്റ്റീം നമുക്ക് കുറവാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി പറയാൻ അറിയാലോ, ഞാൻ ബില്യണേഴ്സ് മുതൽ ഇവിടെ ദുബായിൽ 1500 ദിർഹംസിന് മന്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട്ട് ഒരു ഏറ്റവും ബേസിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് പക്ഷെ ഞാൻ എല്ലാവരോടും ഒരേ വേവിൽ എന്തെങ്കിലും സംസാരിക്കാറും എല്ലാവരോടും ഒരേ രീതിയിലാണ് പെരുമാറും. ബില്യണേഴ്സുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. പേഴ്സണൽ വാട്സപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സംസാരിക്കോട്ടെ ഡെയിലി കാണുന്നുണ്ട്. എന്റെ ചെയർമാനും അവരൊക്കെ ബില്യണേഴ്സ് ഒക്കെ ഏറ്റവും ബേസ് ആയിട്ട് വർക്ക്. പക്ഷെ ഞാൻ എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന എന്റെ ലൈഫിൽ ഞാൻ പിന്നെ പ്രയോറിറ്റീസ് കൊടുക്കാറുണ്ട്. അല്ല ഇത് എനിക്കൊന്ന് ഇതിൽ ഒരു ടേക്ക് അവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും മാറാം. നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ അഡിക്ഷൻസ് ഞാൻ പറയുന്നു ഇപ്പം എല്ലാവരും ആക്ച്വലി ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെന്നറിയോ, എല്ലാവർക്കും സക്സസ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. സക്സസ് ആവണമെങ്കിൽ ഡിസിപ്ലിൻ വേണം. ഈ ഡിസിപ്ലിൻ വേണമെങ്കിൽ ഹാബിറ്റ്സ് ആണ് നമ്മളെ ഡിസിപ്ലിനിൽ നിന്ന് മാറ്റുന്നത്. ഈ ഹാബിറ്റ്സ് മാറണമെങ്കിൽ ഈ ഹാബിറ്റ്സിന്റെ ഉള്ളിൽ നമ്മൾ കാണാതെ നമ്മൾക്ക് ചെറുപ്പം മുതലോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഏജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഏതെങ്കിലും ഫ്രണ്ട്സിന്നോ ഏതെങ്കിലും ഒരു എവിടെ നിന്നൊക്കെ കിട്ടിയ കുറെ ഹാബിറ്റ്സിന്റെ കുറെ ബാഡ് അഡിക്ഷൻസ് ഉണ്ടാവും. അത് ചിലപ്പോൾ സ്മോക്കിംഗ് ആവാം, ചിലപ്പം അല്ലെങ്കിൽ സീരിയസ് കാണുന്നതാവും, ചിലപ്പം മൂവി ആവാം, ചിലപ്പം പോൺ ആവാം, ചിലപ്പം ഈ പറഞ്ഞ ആൽക്കഹോളിക് ആവാം, അല്ലെങ്കിൽ ഇപ്പം പറയുന്ന പുതിയ പുതിയ എന്താ പറയുക മയക്കുമരുന്ന് പോലെ സംഭവങ്ങളാവാം. ഇത് പലർക്കും ഏതെങ്കിലും തരത്തിലുണ്ടാവും. ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആവാം, വട്ടവർ. ഈ അഡിക്ഷൻസിന്ന് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫോം ആവാൻ പറ്റൂല. അപ്പം ഇതിൽ ഏതെങ്കിലും നിപ്പി പറഞ്ഞതിൽ ഞാനത് കണ്ണുകൊണ്ട് കണ്ടതാണല്ലോ. ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് 90% ആൾക്കാരും. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനെ പറ്റിയുള്ള അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വ്യൂസിൽ എന്തിനാ നിങ്ങൾ മോട്ടിവേഷൻ വീഡിയോസിന്റെ യൂട്യൂബ് വ്യൂസ് നോക്ക്. ഇത്രയും ആൾക്കാർ രാവിലെ നമുക്ക് എനർജി മോട്ടിവേഷൻ എടുക്കുന്നുണ്ട്, പക്ഷെ ആർക്കും മാറാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ മോട്ടിവേഷൻ കണ്ട് എല്ലാവരും ട്രാൻസ്ഫോം ആവുകയാണെങ്കിൽ എല്ലാവരും നന്നാവില്ലേ, ലോകം എത്ര ബെറ്റർ പ്ലേസ് മാറാൻ പറ്റും പറയാൻ അത് ഞാൻ തെളിയിച്ചത് മാത്രമല്ല മാറാൻ പറ്റും നമുക്ക്. പക്ഷെ നമ്മളോട് കുറച്ച് ആത്മാർത്ഥം അത് ചെയ്തേ പറ്റൂന്നുള്ളൊരു. ഞാൻ ഒരു ദിവസം കൊണ്ട് നിർത്തിയെങ്കിൽ എനിക്കൊരു ദിവസം കൊണ്ട് നിർത്താൻ പറ്റും, എല്ലാവർക്കും പറ്റും. യെസ്, നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ്, എല്ലാവർക്കും പറ്റും. പക്ഷെ നമുക്ക് നമ്മളോട് കുറച്ചുകൂടെ ആത്മാർത്ഥം ഉണ്ടായിരിക്കണം. എനിക്ക് ഇതെല്ലാം വേണ്ടെന്നൊരു തോന്നൽ ആത്മാർത്ഥമായിട്ട് വരണം. മറ്റുള്ളവരൊക്കെ വന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ അത് പ്രാക്ടിക്കൽ എത്ര പോസിബിൾ ആണോ? എന്തുകൊണ്ടാ പിന്നെ എന്റെ സംശയം എങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എന്തുകൊണ്ട് പറ്റുന്നില്ല? എല്ലാവരും 100% ചെയ്യുന്നില്ല. 100% ഞാനൊരു സിമ്പിൾ ആയിട്ട് കാര്യം പറയട്ടെ. എനിക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ഒരു 100 ദിർഹംസ് കള്ള് കുടിക്കാൻ വേണ്ടി ആൽക്കഹോൾ കഴിക്കാൻ വേണ്ടി എടുത്തു. അതവിടെ പോയി. ആ 100 ദിർഹംസ് ആണ് ഞാനിന്ന് ടെറാറിയം ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് ഞാനത് സെയിൽ ചെയ്യുന്നത്. എത്ര രൂപയ്ക്കെന്ന് ഞാൻ പറയുന്നത് അറിയാം. ഓക്കെ, അതൊരു ബിഗ് എക്സാമ്പിൾ അല്ലേ. നമ്മുടെ വരുമാനം എങ്ങനെ ചെലവഴിക്കുന്നു കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ. ഞാന് ഫർഹാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഒരു മാസം ഒരു 4000-5000 ദിർഹംസിന് ആൽക്കഹോൾ കുടിക്കും. 5000 ഒരു മാസം 4000, 1,00,000 രൂപ എടുത്ത ഒരു മാസം ഒരു 4000-5000 ദിർഹംസിന് ഞാൻ ആൽക്കഹോൾ കുടിക്കുമായിരുന്നു. ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുക, അവിടുന്ന് സ്വൈപ്പ് ചെയ്യുക. ഇത് എനിക്ക് തോന്നുന്നു അതിലും കുറച്ച് ഇപ്പം ക്രെഡിറ്റ് കാർഡ് ലൈഫ് ഭയങ്കര ഒരു ഫ്രീഡം, ഇങ്ങനത്തെ ഇതിലൊരു ഫ്രീഡം തരുന്നുണ്ട്. ഇപ്പൊ ഡയമണ്ട് നെക്ലേസ് നമ്മൾ പറഞ്ഞതുപോലെ അതിന് ഒരുവിധം എനിക്ക് ദുബായിലുള്ള ഈ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ദുബായ് നിങ്ങൾ പുറത്ത് കാണുന്ന ഈ ലൈഫ് സ്റ്റൈലിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് ആൾ വരുന്ന ഒരു ട്രാപ്പാണ് ഇതൊക്കെ. ഞാനും നിങ്ങളൊക്കെ പെട്ടിട്ടുള്ള ഒരു ട്രാപ്പാണിത്. ഇതിൽ എങ്ങനെ ഓവർകം ചെയ്തു പോകാം? കാരണം നമുക്ക് വേണ്ടത് വലിയ വലിയ ബിസിനസ്സുകാർക്ക് അതല്ല. സോ ലൈക്ക് മീ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ നിന്നൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ട്. കാരണം മറ്റുള്ളവർക്ക് തിയറി പറയാൻ എളുപ്പമാണ്. ഞാന് എന്നെ തന്നെ അങ്ങ് സ്ക്വീസ് ചെയ്തെന്ന് വെച്ചാല് ഞാന് ആഴ്ചയിൽ ഒരു 3-4 ദിവസം റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഞാൻ അതങ്ങ് നിർത്തി. ഞാൻ തനിയെ സെൽഫായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി. എന്റെ വീഡിയോസ് നോക്കി അറിയാം, എനിക്ക് കുക്കിംഗ് വീഡിയോസ് ഉണ്ട്. ഞാൻ തനിയെ കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഞാൻ എന്റെ ആൽക്കഹോൾസ് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ എന്റെ അൺനെസസറി ആയിട്ടുള്ള സ്പെൻഡിങ്സ് എല്ലാം നിർത്തി. ഞാൻ എന്റെ മാക്സിമം എന്റെ ഡെപ്സ് ഒക്കെ തീർക്കാനായിട്ട് തുടങ്ങി. ഒരു 100 രൂപ, ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ 1000 രൂപ ഡെപ്സ് തീർക്കാതെ ചെറിയ ഡെപ്സിൽ തുടങ്ങിക്കോ. 100 ഉള്ളത് ഇപ്പൊ നമുക്കൊരു 10 ഡെപ്സ് ഉണ്ട്. ഓക്കെ, ഒരെണ്ണം 1 കോടി രൂപയുടെ, ഒരെണ്ണം 1,00,000 രൂപയുടെ. 1 കോടി രൂപയുടെ നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. നിങ്ങൾ 1,00,000 രൂപയുടെ തീർത്തു തുടങ്ങും. എന്നിട്ട് 1 കോടി രൂപ ആൾക്കാർക്ക് പറയും ഒരു 6 മാസം നമുക്ക് തരാം, അല്ലെങ്കിൽ കുറച്ച് ആളുകൂടെ സമയം തരാന്ന് പറയും. ഞാൻ അങ്ങനെ എന്റെ ഇത് ബിൽഡ് ചെയ്ത് തുടങ്ങി. ഇപ്പം 7 ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. ഞാൻ ഇനിയിപ്പോ എനിക്ക് ഒറ്റ ഒരെണ്ണം കൂടെ ഉള്ളൂ.
അല്ല ഇത് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ആക്കി ഇതൊരു ടേക്ക് അവേ ആയിരിക്കും. കാരണം ജോലി ചെയ്യുന്ന ആളുകൾക്ക് എസ്പെഷ്യലി സാലറിഡ് ആയ ആളുകൾക്ക് പെട്ടെന്ന് ക്രെഡിറ്റ് കാർഡ് കിട്ടും. സാലറി ഇവിടെ ഫസ്റ്റ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ വരുന്ന കോൾ ക്രെഡിറ്റ് കാർഡിന്റെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ എല്ലാവരും എടുക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈഫ് അങ്ങോട്ട് അടിച്ചു പൊളിക്കുന്നു. ക്രെഡിറ്റ് കാർഡ് ക്യാഷ് നൗ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇവിടെ പൈസ കിട്ടാൻ വേണ്ടി ഒരുപാട് ബോട്ടിം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. പൈസ കിട്ടാൻ വേണ്ടി ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മൾ ഇതെല്ലാം കൂടി ഉപയോഗിച്ച അവസാനം നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മിനിമം പേയ്മെന്റ് പോലും അടക്കാൻ പറ്റാത്ത നമ്മൾ സ്ട്രഗിൾ ആവും, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, നമ്മളത് വേറൊരു ലൈഫ് സ്റ്റൈലിൽ കൊണ്ട് തന്നെ എത്തിക്കും. എന്റെ എങ്ങനെയാണെന്ന് അറിയാമോ, സാലറി വരുന്നു, വന്ന ദിവസം പിറ്റേ ദിവസം തന്നെ സാലറി എല്ലാം തീരുന്നു. പിന്നെ ആരെങ്കിലും കടം മേടിക്കണം ബാക്കിയുള്ള ബില്ലുകൾ അടക്കാനായിട്ട്. ആ ഫിലിം കാണിച്ച പോലെ തന്നെ ഒരു ലൈഫ് ഉണ്ട്. അപ്പം അതിൽ നിന്നുള്ള ആൾക്കാർക്കോടൊക്കെ അതിൽ നിന്ന് കണ്ടിട്ട് വേണ്ടി ഡിപ്രഷനും ഫ്രസ്ട്രേഷനും പറഞ്ഞ ആരും നടക്കണ്ട. നിപ്പി തന്നെയാണ് ഒരു അതിനുള്ള അവരോട് എന്തൊരു ടേക്ക് എന്താണ് പറയാനുള്ളത്? വളരെ സിമ്പിൾ. ഇപ്പൊ ഓൾറെഡി ഡെപ്സ് ഒക്കെ ഉള്ളവരോട് നിങ്ങൾ തന്നെ വിചാരിക്കണം. അത് എങ്ങനെയാന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങളുടെ പല ഹാബിറ്റ്സും കാണും. പക്ഷെ പുതുതായിട്ട് വരാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ എടുത്തോ നല്ലതാണ്, പക്ഷെ നമ്മൾ വൈസായിട്ട് യൂസ് ചെയ്യണം. ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക, മൂവീസ് യൂസ് ചെയ്യുക, വൈസായിട്ട് യൂസ് ചെയ്യണം. നമ്മളെ ആൽക്കഹോൾ അതേ കണക്കത്തുള്ള അൺനെസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതൊക്കെ അൺനെസറി ആണ്. ഞാൻ കുടിക്കുന്ന ആൾക്കാർക്ക് എതിരല്ല, കുടിക്കണം, ആൽക്കഹോൾ കഴിച്ചോളൂ. പക്ഷെ അത് നമ്മുടെ സേവിങ്സിൽ നിന്ന് നമ്മൾ കൊടുക്കണം. നമ്മൾ കണ്ടവരുടെ ക്രെഡിറ്റ് കാർഡോ നമ്മുടെ ഡെപ്റ്റോ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒരു പിന്നെ ആരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കുന്നത് ഒരിക്കലും ചെയ്യരുത്. ഞാൻ തല താത്തി വെച്ച് പറയുന്ന കാര്യമല്ല. നമ്മളൊക്കെ എല്ലാവരും ഇതൊരു റിയാലിറ്റി ആണല്ലോ നമ്മൾ പറയുന്നത്. ഞാൻ ആൽക്കഹോൾ മനുഷ്യന് എപ്പോഴും വേണ്ടത് എന്താണ്? പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫിൽ നമുക്ക് അങ്ങനെ കാണിക്കണം. നമുക്ക് വലിയ വണ്ടി കാണിക്കണം. നമുക്ക് ബുർജ് ഖലീഫന്റെ നേരത്തെ നിപ്പി പറഞ്ഞതുപോലെ ബുർജ് ഖലീഫ പോയിട്ട് 1000 സംതിങ്ങിന് കഴിച്ച് കാണിച്ച എന്റെ പറയാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മള് ഡ്രഗ്സും സെക്സും എല്ലാം മടുക്കും. ഈ ലൈഫിൽ മടുക്കാത്ത ഓരോ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് യാത്രകളും, ഒന്ന് നമ്മുടെ പാഷൻ. സിമ്പിൾ ആയിട്ട് പറയാം. എനിക്ക് എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞ മറ്റുള്ള രംഗത്ത് എന്റെ ലൈഫിൽ എല്ലാം മടുക്കും. എല്ലാം മടുക്കുകയും ചെയ്തു. ഒരു അൾട്ടിമേറ്റ് പോയിന്റ് വരെ പോയിട്ട് അത് എക്സ്ട്രീമിൽ പോയിട്ട് എന്നെ പോലെ ഞാൻ വളരെ സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ. വളരെ ആലപ്പുഴ വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച്, ഒരു മിഡിൽ ക്ലാസ് പോലും അല്ല. ഓക്കെ, അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ച് എനിക്ക് ഒരു എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഞാൻ +2 ഫെയിൽഡാണ്. ഓക്കെ, എഡ്യൂക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല. എനിക്കെന്നാ ഫർഹാനെക്കാട്ടും നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. സംസാരിക്കണം. എനിക്കറിയാം. പ്രൊനൗൺസിയേഷൻ എസ്പെഷ്യലി. പിന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ഇത് ആക്ച്വലി പിന്നെ ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു. ഞാൻ എന്തെങ്കിലും ആയി എന്നല്ല പറയുന്ന, പക്ഷെ ഞാൻ വളരെ മാന്യമായിട്ടുള്ളൊരു ജീവിതം ഞാൻ തന്നെ നേടിയെടുത്തത് പറയുന്നത്. അതെന്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം. ആ ഹാർഡ് വർക്കിലേക്ക് ഏറ്റവും അവസാനം എത്താനായിട്ട് എനിക്ക് കുറച്ച് സാക്രിഫൈസ് വേണ്ടി ചെയ്യേണ്ടി വന്നു. അതിലൊന്നാണ് ഞാൻ ആൽക്കഹോൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ. ഞാൻ ആസ്വദിച്ച് ഇപ്പൊ ചെടികളെയും പുഴുക്കളെയും എന്താ പറയാ ടെറാറിയത്തെയൊക്കെ ഇങ്ങനെ പ്രണയങ്ങൾ മാറ്റി. അതെ, ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ ആൽക്കഹോൾ ആസ്വദിച്ച് കഴിച്ചോണ്ടിരുന്ന മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ ഞാനൊരു ഇപ്പഴും നിപ്പിന്റെ ഒരു വീഡിയോ ഉണ്ട്, ഈ ഇളനീരിന്റെ ഒക്കെ അല്ലെ. എനിക്കിപ്പോ അത് ചില വീഡിയോ നമ്മൾ വിഷ്വൽ ഇങ്ങനെ മറ്റേ മോഹൻലാലിന്റെ ഈ ഫിലിമിൽ പറഞ്ഞ ഒരു ആൽക്കഹോൾ ഇളനീര് കട്ടിയിട്ട് അതിനകത്തോട്ട് ആൽക്കഹോൾ ഒഴിച്ചിട്ട് മഴയത്തൊക്കെ സ്റ്റോറി പോലത്തെ ആ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രൗഡായിട്ട് പറയാം, എന്ത് ടേസ്റ്റ് ആണ്. പിന്നെ ആളാണ് ഇപ്പൊ ഒരു 3-4 മാസം കൊണ്ട് കംപ്ലീറ്റ് മാറുന്ന. ഞാൻ വീഡിയോസ് നോക്കുന്നു, ഫുൾ ആള് മാറുന്നു. അല്ലല്ല, ഞാനിപ്പോ റീസെന്റ് കണ്ട വീഡിയോസിലൊക്കെ എൻറ്റയർലി ഡിഫറെന്റ്. നിങ്ങൾ എന്റെ വീഡിയോസിൽ കാണുന്നത് ഞാനില്ലേ, അതാണ് ഞാനിപ്പോ. അതൊരിക്കലും ചേഞ്ച് ആവല്ലേ എന്നാണ് എന്റെ ഒരു ആഗ്രഹം. മനുഷ്യനാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഞാൻ ഒരിക്കലും ഇനി ചേഞ്ച് ആവരുത് എന്നാണ് എന്റെ ഒരു ആവശ്യം. എനിക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതി. എനിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവണം, പക്ഷെ ഈ ലെവൽ ഒന്ന് ഗ്രോത്ത് ആവണം, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ചേഞ്ച് വരല്ലേ. ഫൈനലി നമ്മുടെ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? പറയാൻ ഞാന് ഓഡിയൻസിനെക്കാളും ഉപരി താങ്ക് യു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ വരിക, ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുക. കുറെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് കുറെ ഒക്കെ എന്റെ മനസ്സിലുള്ളൊക്കെ ഞാനിപ്പം പുറത്തിട്ടു. ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്. എനിക്കും ഇതില് നമ്മളിപ്പം പല ആളുകളുടെയും സ്റ്റോറി ഏകദേശം നമ്മൾ പറയുന്നൊരു ബിസിനസ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ബിസിനസ്സും അല്ലെങ്കിൽ കരിയറിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ആളുകൾ കുറെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ് നമ്മളിപ്പം അഡ്രസ് ചെയ്തത്. ബട്ട് അത് റിയൽ റോ ഫാക്ട് ആണ്. കാരണം അത് ചില ആളുകൾക്ക് ഇപ്പൊ ഇത് പറയാൻ മടിയാണ് എല്ലാവർക്കും. നമ്മള് പുറത്ത് കുറച്ചേരം നടന്നില്ലായിരുന്നു.
അപ്പൊ നമ്മൾ അപ്പൊ സംസാരിച്ചതിന്റെ പാതി പോലും ഇവിടെ വന്നിട്ടില്ല വന്നിട്ടില്ല. അത് ഭയങ്കര നമ്മള് ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്ക് വന്നതാണ്. പക്ഷെ പിന്നെ ഞാൻ ഒരുപാട് ഹാപ്പി ആട്ടോ ഇന്ന് ഫർഹാനെ മീറ്റ് ചെയ്തതില്. എന്ന് വെച്ചാല് ആരോടും പറയാത്ത കുറെ കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വന്നു. ഓക്കെ, സോഷ്യൽ മീഡിയ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, എന്നാലും ഇത്രയും വൈഡ് ആയിട്ട് ഒരു വീഡിയോ പിന്നെ എല്ലാവർക്കും ഉണ്ട് നിപ്പിയുടെ കഥ എന്താണെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഒരുപാട് അവർക്കൊക്കെ വേണ്ടി നമ്മൾക്ക് ആക്ച്വലി എന്റെ സോഷ്യൽ മീഡിയ കാണുന്നവർ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവും, അറിയാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ സ്മോക്ക് ചെയ്യുന്നു, ഡ്രിങ്ക് ചെയ്യുന്നു, ഡാൻസ് കളിക്കുന്നു, ആൾക്കാർ നോക്കുമ്പോഴേക്കും വാട്ട് എ ലൈഫ് മാൻ. I wasn't happy man. അല്ല, ഇതൊരു ഫാക്റ്റ് ആണ്. നമ്മൾ പുറത്ത് കാണുന്നത്, നമ്മൾ ഇതാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പുറത്ത് കാണുന്നത് രണ്ട് കാര്യമുള്ളത്. ഒന്ന്, ഈ വീഡിയോസ് ചെയ്യുന്ന ആളുകളും ഹാപ്പി അല്ല, ഇത് കാണുന്ന ആളുകൾ ഹാപ്പി അല്ല. എല്ലാവരും ഹാപ്പിനെസിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ സിമ്പിൾ മോട്ടിവേഷൻ വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിമ്പിൾ ആയിട്ട് ഞാൻ എന്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്, വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പക്ഷെ ഞാൻ തുറന്നു പാട്ട് പറയാം, ഞാൻ ക്ലബിലൊക്കെ പോയി ഡാൻസ് കളിച്ചു, പാട്ടൊക്കെ കാണിച്ചു, പിന്നെ ആൾക്കൊള്ളൊക്കെ വെച്ച് എന്റെ കൂട്ടുകാരന്മാരൊക്കെ പറയും വാട്ട് ലൈഫ് മാൻ എന്ന് പറയും. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര, അതെ, എന്റെ കൂട്ടുകാരന്മാരൊക്കെ പറയുമ്പോ വാവ്. ബട്ട് ഓണസ്റ്റ്ലി I wasn't happy man. ഞാൻ ഒന്ന് തിങ്ക് ചെയ്യുവാണെങ്കിൽ I wasn't happy. പോഡ്കാസ്റ്റ് ഒക്കെ മറന്നേക്കും. ഞാൻ റിയലിൽ പറയുവാണെങ്കിൽ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു പറഞ്ഞു. ഇപ്പോ അങ്ങനെ ആരും പറയുന്നില്ല എന്റെ കൂട്ടുകാരൊന്നും വാട്ട് എ ലൈഫ് എന്ന്. പക്ഷെ ഞാൻ ഐം റിയലി ഹാപ്പി. ഇപ്പോഴാണ് നമ്മൾ ആ ഒരു ഹാപ്പിനെസ് കിട്ടിയത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ ലൈഫ്. ഞാൻ ഭയങ്കര കാമാണ്. അപ്പം ഞാൻ ഇതിൽ നമ്മളെ അവസാനിപ്പിക്കുമ്പോ പറയുന്നത്, ഈ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹാപ്പിനെസ് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. എന്റെ ഹാപ്പിനെസ് എന്റെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് കണ്ടെത്താനുള്ള ആ കണ്ടെത്തുന്നിടത്താണ് നമ്മളെ ലൈഫ് സക്സസ്. അത് ആരും വന്ന് കണ്ടെത്തി തരൂല. ഇല്ല, നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് കണ്ടെത്തണം. നമ്മൾ അതിനുവേണ്ടി വർക്ക്ഔട്ടും ചെയ്യണം കേട്ടോ, പണിയെടുക്കണം. നമ്മൾ അതിനുവേണ്ടി പണിയെടുക്കണം. ഒരു മണിക്കൂർ മതി ദിവസത്തിൽ, വെറും ഞാൻ പറഞ്ഞില്ലേ, 1 മണിക്കൂർ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോയിക്കോളൂ. പിന്നെ നമ്മള് സ്ക്രോൾ ചെയ്ത് മറ്റുള്ളവരെ ഹാപ്പിനെസ് നോക്കിയിട്ട് ഇൻസ്റ്റാഗ്രാം നോക്കി ഇരിക്കുന്നത് നല്ലത്. നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം 1 മണിക്കൂർ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ഈ പറയുന്നതൊക്കെ നമുക്ക് എനി സെക്കൻഡ് എനിത്തിങ് ഹാപ്പൻ അല്ലേ? യെസ്, ആ ഒരു റിയാലിറ്റിയിൽ വെച്ചിട്ട് പിന്നെ ലൈഫ് നമ്മൾ ഈ ഒരു സ്റ്റേജ് എത്താനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയിക്കോ. എത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരെ സ്മൂത്ത് ലൈഫ് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യും. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനത് അഹങ്കാരത്തോടെ പറയും. അത് വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം, പക്ഷെ ഞാൻ അഹങ്കാരത്തോടെ പറയും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ഒരു സ്റ്റോറി ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പയർ ആവട്ടെ. സോ വാട്ട്സ് യുവർ സ്റ്റോറി? ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം.